കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നേരം വെളുക്കാറായി കഴിഞ്ഞപ്പോ തന്നെ ജലജ കണ്ണു തുറക്കുവാണ്. കണ്ണു തുറന്നപ്പോ ജലജയുടെ ഉള്ളിലെ വിചാരം എന്താ, ഇപ്പൊ കനക മുറിയിൽ നിന്ന് പോയി കാണുമായിരിക്കും. രാത്രിയിലത്തെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ അങ്ങനെ പതുക്കെ എഴുന്നേറ്റ് കട്ടിലേക്ക് ഇരുന്നിട്ട് സൈഡിലേക്ക് നോക്കുവാണ്. കനക കിടന്നിടത്തേക്ക് അങ്ങോട്ട് നോക്കിയ ജലജ ഞെട്ടിപ്പോവാണ്. ജലജ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം അവിടെ കണ്ടത്. തന്റെ നല്ല അടിപൊളി സാരി അലമാരിക്കകത്ത് വെച്ചിട്ട് നല്ല പുതുപുത്ത സാരികൾ എല്ലാം എടുത്ത് പൊതിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കനകേനെ കണ്ടത്. സഹിക്കാൻ പറ്റുമോ ജലജയ്ക്ക്? ജലജ കനകേന്ന് പറഞ്ഞ് വിളിക്കുവാണ്. കനക പതുക്കെ ചാടി എന്നാ നീ ചോദിക്കുവാണ്. എന്തിനാ ഡിസ്റ്റർബ് ചെയ്ത് നീ ഉറങ്ങണ സമയത്ത്? നീ എന്ത് പരിപാടിയായി കാണിച്ചേക്കെന്ന് ചോദിക്കുവാണ്. എന്താ പരിപാടി? ഞാനൊന്നും കാണിച്ചല്ലോ. എന്റെ സാരി ഇത് പുതിയ സാരി, എത്രമാത്രം വിലയുള്ള സാരിയാണെന്നറിയോ? അതാ നീ ഇങ്ങനെ ചവിട്ടി കൂട്ടി ഇട്ടേക്കുന്നേ. നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ എടുത്ത് പുതയ്ക്കാണെന്ന് ചോദിക്കണം. അതോ രാത്രി മൊത്തം ഭയങ്കര തണുപ്പായിരുന്നു. ഏതൊരു തണുപ്പാണെന്ന് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോ വേറൊന്നും പുതയ്ക്കാൻ കണ്ടില്ല. ഡ്രോ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്ത് ബെഡ്ഷീറ്റോ പുതപ്പോ ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ കണ്ട ഈ സാരിയാ, കിടന്നുറങ്ങണ്ടേ, അതുകൊണ്ട് ഞാൻ എടുത്ത് പുതച്ചാന്ന് പറയും. എന്നാലും നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ നല്ല പുതുപുത്ത സാരികൾ ഇതൊക്കെ കഴുകാൻ പോലും പറ്റുന്ന സാരികളല്ല, അറിയാവോ? എത്ര രൂപ വിലയുടെയാണെന്നറിയോ? അതെങ്ങനെയാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഞാനാണെങ്കിൽ എന്റെ ഒരു ഡ്രസ്സ് ആർക്ക് ഇടാൻ പോലും കൊടുക്കുന്നതല്ല, ഒരു സാരി ഒന്നും ആർക്ക് ഉടുക്കാൻ പോലും കൊടുക്കുന്നതല്ല. എന്നിട്ടാണ് ഇമാതിരി പരിപാടി കാണിച്ചു വെച്ചേക്കുന്നത്. ഇതൊക്കെ കഴുകാൻ പറ്റാത്ത സാരിയാ, നിനക്കറിയാവോ? ഇനി ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇപ്പൊ അതും കൊണ്ടത് കഴുകിയിട്ട് കൊടുത്താൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ്. കനക കൂളായിട്ട് പറഞ്ഞിട്ട്, എന്നാ എന്റെ സാരി എനിക്കിങ്ങ് ഈ സാരി ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഞാനിത് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതല്ല, തണുത്ത് കഴിഞ്ഞപ്പോ ഒന്ന് പുതയ്ക്കാൻ എടുത്താന്ന് പറഞ്ഞ് സാരി എല്ലാം കൂടി ചുരുട്ടി കൂട്ടി ജലജയുടെ മുമ്പിലേക്ക് ഇടുവാണ്. കനക നല്ല കൂളായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ജലജയ്ക്ക് അങ്ങോട്ട് സങ്കടം വന്നു. ജലജ പറഞ്ഞു, എന്റെ സാരി എടുത്തല്ല, നീ പുതച്ചില്ല, നിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഈ ജലജ ആരാ നീ ഇന്നത്തോടുകൂടി അറിയും. ഇന്നത്തോടുകൂടി നിന്റെ പൊറുതി ഇവിടുത്തെ ഞാൻ അവസാനിപ്പിക്കും. എന്നോടാ നിന്റെ കളി. ഇതിനിട്ട് നിനക്കും നിന്റെ മോൾക്കിട്ട് ഞാൻ പണി തന്നില്ലെങ്കിൽ നീ ചെവിയെന്ന് വിളിക്കോ. ഈ ജലജ ആരാന്ന് അറിയാൻ പോകുന്നുള്ളൂന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന അബിയും നവിയും കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്താണ് അബിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പൊ അബി ഉറക്കിപ്പിച്ചോടുകൂടി കോൾ എടുക്കണം. ഹലോ, ആരാന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ സതീശനാ. പിന്നെ മനസ്സിലായില്ല, ആരാന്ന് പറ, എനിക്ക് ആരാന്ന് മനസ്സിലായില്ലെന്ന് പറയാണ്. ഞാൻ സതീശനാ, വെട്ട് സതീശനാന്ന് പറയാ. അബി ഒന്ന് ഞെട്ടി. നീ എന്തിനാ ഈ സമയത്ത് വിളിക്കണേന്ന് ചോദിക്കുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയാ. പെട്ടെന്ന് തന്നെ അബി മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് നവ്യെ കണ്ടു. ഇനി ഇങ്ങോട്ട് ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് അബിയെ ആരാ ഫോൺ വിളിക്കുന്നത്, അവനെന്തിനീ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതെന്ന് ഓർത്തുകൊണ്ട് നവ്യം പുറകെ ചെല്ലുവാണ്. ഈ സമയത്ത് അബിയെ സൈഡിലേക്ക് മാറി നിന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഈ സമയത്ത് എന്നെ വിളിക്കണേന്ന് ചോദിക്കണം. അല്ല, സാറിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലോ. ആദിത്യമൊക്കെ ചോദ്യമൊക്കെ കേട്ടിട്ട് സാറിന്റെ ഭാര്യനെ ഇല്ലാതാക്കാൻ ഏർപ്പാടാക്കിയില്ലായിരുന്നോ, കൊട്ടേഷൻ തന്നില്ലായിരുന്നോ എന്ന് ചോദിക്കണം. അല്ല, ഞാൻ അവളെ ഇല്ലാതാക്കാനല്ലേ തന്നെ, അല്ലാതെ നിന്നോട് കല്യാണം കഴിക്കാനല്ലോ പറഞ്ഞേ. നീ എന്നിട്ട് എന്താ ചെയ്തേ? അവളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുമല്ലേ ചെയ്തേന്ന് ചോദിക്കണം. എന്റെ സാറേ, അവളെ എനിക്ക് അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമോ? അതും എന്റെ ജിലേബീനെ ഒരു തവണയല്ല 2-ാം തവണ എന്റെ കയ്യിൽ നിന്ന് അവള് വഴുതി പോകുന്നേ. ഇനി അവൾ എന്റെ കയ്യിൽ നിന്ന് മിസ്സാവില്ലെന്ന് പറയാം. അല്ല, നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചേ? സാറേ കാരണം ഞാനിപ്പം ജയിലിൽ കിടക്കുന്നത്, എനിക്ക് ജാമ്യം വേണമെന്ന് പറയാം. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം? ജാമ്യം വേണമെങ്കിൽ സാറെന്നെ പുറത്തിറക്കണമെന്ന് പറയാ. സാറ് കാരണമല്ലേ ഞാൻ ജയിലിലായെന്ന് പറയാം. എന്നെ കൂടെ പറ്റില്ല നിന്നെ പുറത്താക്കാനായിട്ട്. ഞാൻ പറഞ്ഞ അവളെ ഇല്ലാതാക്കാനാ പറഞ്ഞേ. എന്നിട്ട് നീ അത് ചെയ്തുമില്ല, എനിക്ക് കുരിശാകുകയും ചെയ്തു. എന്നിട്ട് നിന്നെ ജാമ്യത്തിലും കൂടെ ഇറക്കണം അല്ലേടാന്ന് ചോദിക്കണം. സാറേ, അങ്ങനെ സാറിന് എന്നെ കൈയൊഴിയാൻ പറ്റില്ല. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ സാർ ആ നാണം കെടും. സാറ് പിന്നെ വീടിന് പുറത്തായിരിക്കും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ വന്ന്. ഒരു നിമിഷം അബി ഞെട്ടി. അവൻ ബുദ്ധിപൂർവ്വം കളിച്ചിരിക്കുന്ന ഒരു ശരി അതെ, ഞാൻ എന്ത് വേണം ചെയ്യാം, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയാണ്. ഈ സമയത്ത് നവ്യ അങ്ങോട്ട് വന്നത്. നവ്യനെ കണ്ട അബി, അതെ ഞാൻ നിന്നെ പിന്നീട് വിളിച്ചോളാം, അതിന് വേണ്ടത് കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യാം, ഇപ്പൊ ദൈവത്തെ ഓർത്ത് തന്നെ ചതിക്കരുതെന്ന് പറയാണ്. ശരി, സാർ ആലോചിച്ചിട്ട് തീരുമാനം പറ, ഞാൻ ഇവിടെ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് പറയാണ്. അബിക്ക് ആകപ്പാടെ തലയ്ക്ക് ഭ്രാന്തായി. ഈ സമയത്ത് നവ്യ വന്നിട്ട് ചോദിച്ചു, ആരാ അബി വിളിച്ചേ? ആരാന്ന് ചോദിക്കണം. ഓ, അതെന്റെ ഒരു ഫ്രണ്ട് വിളിച്ചാ. അതെന്തിനാ ഈ സമയത്ത് വിളിച്ചേ? അവൻ എപ്പോ ചോദിച്ചാലും പൈസ കൊടുത്തു മടുത്തു, കൊടുക്കണമെന്ന് തിരിച്ചു തരത്തില്ല. പിന്നെ അവൻ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാനില്ലാന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞുകൊണ്ട് കയറി പോവാണ്. പക്ഷെ അബിയുടെ ഉള്ളിൽ എങ്ങനെ വെട്ട് സതീശനെ പുറത്തിറക്കണം, അതിന് പൈസ ഇടാക്കണം, എന്ത് ചെയ്യും? അവൻ ഉള്ളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് പ്രശ്നമാവും. തന്റെ കള്ളക്കളികളെല്ലാം പുറത്താവും. അതെങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അന്ന് തന്നെ പടിയടിച്ച് പിണ്ടം വെക്കുന്നുള്ള കാര്യം അബിക്ക് മനസ്സിലായി. എങ്ങനെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റും? ആ ഒരു ചിന്തയായിരുന്നു അബിക്ക് ഉണ്ടായിരുന്നേ.
പിന്നീട് കാണിക്കുന്ന നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഹാളിൽ വന്നിരിക്കുക. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശൻ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കണു. ഈ സമയത്ത് ജലജ പറഞ്ഞു, അല്ല എന്ന് വേണം രാവിലെ ഒരുത്തി ചായയും കൊണ്ട് വരുന്നതാണല്ലോ, ഇന്ന് അവളെ കണ്ടില്ലോ എന്ന് പറയാണ്. അപ്പം ജാനകി പറഞ്ഞു, നയന ഇതുവരെയായിട്ടും വന്നില്ലേന്ന് ചോദിക്കുകയാണ്. വന്നായിരുന്നു ഇവിടെ കാണത്തില്ലായിരുന്നോ? ഇവിടെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്ന് പറയാണ്. ഓ ചിലപ്പോൾ മുറിയിലായിരിക്കും. അല്ല എന്നും ചായയും കൊണ്ട് വന്നോർത്ത് ഒരു ദിവസം അങ്ങ് ചായ സ്വന്തമായിട്ട് ഇട്ട് കുടിച്ചോർത്ത് എന്താ സംഭവിക്കുന്നത്? ഇടത്തേക്ക് ഒരു ചായ ഇട്ട് കുടിക്കാൻ മേലെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇട്ട് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും അവളല്ല കൊണ്ടു തരുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, നയനെതിരായിട്ട് എഴുന്നേറ്റ് വന്നില്ലേ, ഒരു കാര്യം ചെയ്തേ, നീ അവളെ ഒന്ന് പോയി വിളിക്കാൻ പറയാണ്. ശരി മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ട് പോകാൻ തുടങ്ങണേ. ഈ സമയത്താണ് പുറത്ത് ബൈക്കിൽ നയനെ ആദർശം കൂടെ വന്നത്. ആ സമയത്ത് കനകയെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കനക നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ബൈക്കിൽ വരുന്ന കാഴ്ച കണ്ടേ കനകയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നേ, അതും നയനെ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടാ വരുന്നത്. ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് സാരി ഉടുത്താ, വീട്ടിൽ വെച്ച് അവള് ചുരിദാർ ഇടുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന പിന്നെ സാരി ഉടുത്താ കണ്ടേക്കുന്നേ. ഈ കാഴ്ച എടുപ്പോൾ കനകയ്ക്ക് ഭയങ്കര സന്തോഷമായി. കനക ഓടിച്ചിട്ട് ചോദിച്ചു, അല്ല രണ്ടുപേരും കൂടെ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുകയാണ്. പെട്ടെന്ന് ചോദിച്ചു, പുറത്തു പോയതാ. അല്ല പുറത്തു പോയോ? അത് ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് രാത്രി പോയതാണെന്ന് ചോദിക്കും. അത് രാത്രി പോയതാ. ആ മനസ്സിലായി. രണ്ടുപേരും നൈറ്റ് ഡ്രൈവിന് പോയതായിരുന്നല്ലേ? ആ കൊള്ളാം. അപ്പൊ ആദർശൻ ആകപ്പെട്ട് ചമ്മലായി. എന്റെ ദൈവം ഇവരെല്ലാം കൂടെ കുളമാക്കുമോ ഇത്? ആരും കാണാതെ വീട്ടിൽ വന്ന് കയറണം നോർത്താ. പക്ഷെ നേരം വെളുത്തു, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആ ഒരു ചിന്തയായിരുന്നു. പെട്ടെന്ന് കനക പറഞ്ഞു, ഞാനും നിന്റെ അച്ഛനോട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നൈറ്റ് ഡ്രൈവ് പോയായിരുന്നു. നിന്റെ അച്ഛനെ എന്നെ പുറയെത്തി കൊണ്ടുപോകായിരുന്നു. എന്ത് രസമായിരുന്നറിയാം. ഞങ്ങൾ എത്ര സിനിമ പോയി കണ്ടെന്നറിയാം. എല്ലാ പുതിയ സിനിമകളും പോയി കാണുമായിരുന്നു. മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ എല്ലാവരുടെയും കാണുമായിരുന്നു. എന്ത് ഇഷ്ടമായിരുന്നു അറിയാവോ? പിന്നെ നിങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഞങ്ങളുടെയൊക്കെ അറക്കം അങ്ങോട്ട് അവസാനിച്ച്. ഓ ആ ഒരു ചിന്തകള് അതൊക്കെ ഓർത്ത് കനകയ്ക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷം തോന്നുവാണ്. നയനെ കണ്ട പറഞ്ഞു, സുന്ദരിയായിട്ടുണ്ട് നീയ. ഇപ്പം നിന്നെ കണ്ട ആരാണ് നോക്കി ഇന്ന് പോയി ചുരിദാർ നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയാണ്. പിന്നീട് ആദർശ് പറഞ്ഞു, അതെ ഞങ്ങൾ അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറയാണ്. നയനം പറഞ്ഞു, ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടായിരിക്കും, ചെല്ലട്ടമ്മയെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോകുമ്പോഴത്തേനും പതുക്കെ എത്തി നോക്കുക, വാതൊക്കെ ചെന്നിട്ട് ഹാളിൽ എല്ലാവരും ഇരിക്കുന്നത് കണ്ടു. ആദർശ് പറഞ്ഞു, ദൈവമേ എല്ലാവരും ഉണ്ടല്ലോ, ഇനിയിപ്പം നമ്മൾ എങ്ങനെ കയറി പോകുന്ന ചോദിക്കുകയാണ്. നയന പറഞ്ഞു, ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ആദർശനും ടെൻഷനായി, നയനയ്ക്കും ടെൻഷനായി. ആദർശ് പറഞ്ഞു, ഈ കോളത്തിൽ ചെന്ന് പണി കിട്ടും. നമ്മൾ ബൈക്കിനെ പോയെന്നറിയും. പോരാത്തേന് ആ പാക്ക കൂട്ടിയല്ലേ നമ്മൾ മുറുക്കിയത്. ആ മുറുക്കിയെന്ന് ഇവിടെ ഇപ്പം എല്ലാവരും അറിയും. മുഖം കണ്ടാല് ചുണ്ട കണ്ടാലും അറിയും. അതേ സ്മെല്ല് വരുകയും ചെയ്യും. അപ്പൊ ആ സുഗന്ധം മുറുക്കാനും കൂടെ അല്ലേ അതിന്റെ സ്മെല്ല് വരുമെന്ന് പറയാം. എങ്ങനെ അകത്തേക്ക് പോകുന്നു ചോദിക്കുകയാണ്. ഈ സമയത്ത് ജലജ എല്ലാം ഇങ്ങനെ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ജലജ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴാണ് വാതൊക്കെ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ആഹാ വന്നല്ലോ എന്ന് പറയാണ്. അപ്പൊ എല്ലാവരും കൂടെ നോക്കിക്കുമ്പോൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പൊ അകത്തേക്ക് കയറാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങ് ചെല്ലുവാണ്. ജലജ പറഞ്ഞു, വരവൊക്കെ കണ്ടിട്ട് എവിടെയോ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന മട്ടുണ്ടല്ലോ, ബൈക്കിന് പോയിട്ട് വരുന്ന പോലെ. ആഹാ കൊള്ളാലോ എന്ന് പറയാണ്. അല്ല അത് പിന്നെ അല്ല നിങ്ങൾ ഈ കൊച്ചുകുളപ്പാങ്കാലത്ത് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജാനകി അങ്ങോട്ട് ഇറങ്ങി വന്നു. മുറി കാണാതെ വന്നപ്പോൾ ജാനകി അങ്ങോട്ട് ഇറങ്ങി വന്നായിരുന്നു. അല്ല രണ്ടുപേരും കൂടി ഈ വെളുപ്പാങ്കാലത്ത് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നേരത്തെ വരാന്നോർത്ത് പോയതാ, പക്ഷെ എന്ത് പറ്റാണ്, നേരം വെളുത്തു പോയെന്ന് പറയാ. പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു, നിങ്ങൾ അതിന് എപ്പോഴാ പോയെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ രാത്രി തന്നെ പോയതാന്ന് പറയണം. ഓഹോ അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങള്. അപ്പൊ രാത്രി പോയതാണ് രണ്ടുപേരും കൂടെ കറങ്ങാനായിട്ട്. പെട്ടെന്ന് അനിയുടെ അച്ഛനെ കൊണ്ട് വന്നിട്ട് ആദർശം ചോദിച്ചു, കൊള്ളാലോടാ അപ്പൊ നൈറ്റ് ഡ്രൈവിന് പോയതല്ലെന്ന് ചോദിക്കും. ആദർശിന്റെ അടുത്ത് നിന്ന് ആദർശനോട് ചോദിച്ചപ്പോൾ ആദർശം ശരിയാന്ന് പറയാണ്. പെട്ടെന്ന് സ്മെല്ല് കിട്ടി. എന്താണ് ഒരു സ്മെല്ലൊക്കെ വരുന്നത്? അതൊന്ന് മുറുക്കിയതാണ്. അങ്ങനെ വരട്ടെ. അപ്പൊ രണ്ടുപേരും കൂടെ ആഘോഷിക്കാൻ പോയതായിരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അയ്യോ കൊളവാക്കരുത് ചെറിയാച്ചാന്ന് പറയണം. ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയണേ. പെട്ടെന്ന് ആദർശിന്റെ അച്ഛൻ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ രാത്രി പോയത് ഒന്നും പറയാതെ? അല്ല അത് പിന്നെ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ, പിന്നെ ആരെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് പോയതാന്ന് പറയാണ്. ആകെപ്പാട് ദേവനയുടെ മുഖം കടന്നല് കുത്തിയാലും ആയി പോയി. ദേവൻ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക. ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് നയന് പറഞ്ഞതേ, ആദർശേട്ടൻ പറഞ്ഞ് രാത്രി നമുക്ക് പുറത്തു പോകാന്ന് പറഞ്ഞു. പെട്ടെന്ന് പോകാന്നോർത്ത് പോയതാ, പക്ഷെ പെട്ടെന്ന് വരാൻ പറ്റിയില്ല. ഈ ആദർശേട്ടൻ വിളിച്ചോണ്ടാട്ടാ ഞാൻ പോയത്. അല്ല ഞാൻ പോകത്തില്ലായിരുന്നു അമ്മയെന്ന് പറയാണ്. ആദർശം നയനെ രൂക്ഷമായിട്ട് നോക്കുക. ഇവിടെ തനിക്കിട്ട് പണി തന്നു. അതെ ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ടെ എന്നിട്ട് ഒന്ന് ചായ എടുത്തോണ്ട് തരാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കയറി പോവാണ്. പതുക്കെ എസ്കേപ്പായി. ആദർശം എന്ത് ചെയ്യണമെന്നറിയില്ല. ആദർശം ഇങ്ങനെ നിൽക്കുവാണ്. എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അതെ ഞാനും കൂടെ അങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ആദർശം അങ്ങോട്ട് പോവാണ്. ജലജ പെട്ടെന്ന് ദേവേണ്ട കണ്ടോ, അവള് പോയ പോകുന്നു കണ്ടോ. ഇപ്പൊ ഏട്ടത്തിയോടൊക്കെ പറയാതെ പോകുന്നു കണ്ടോ. അവർക്ക് നൈറ്റ് ഡ്രൈവ് എന്ത് വേണം പോവാ. ഇവിടെ എന്റെ മോൻ അബി ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അവർക്ക് ഒരു കുഴപ്പമില്ല. കൂളായിട്ട് രണ്ടുപേരും പോയിട്ട് വന്ന കണ്ടില്ലേ, അതും ബൈക്കിന് രാത്രിയില്. നല്ല കഥയായിപ്പോയി. എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ.
അതൊന്നും ആർക്കും കുഴപ്പമില്ല, ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലതാണെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നേ നയന ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം അടുക്കളയിൽ വന്ന് എല്ലാവർക്കും ചായയൊക്കെ വെക്കുവാണ്. ധൃതിക്ക് ചായയൊക്കെ വെക്കുവാണ്. ഈ സമയം വരെ ആരും ചായ കുടിക്കാതെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു നയനയ്ക്ക് വേണ്ടിയിട്ട്. നയന ചായയൊക്കെ വെച്ചിട്ട് കൊണ്ട് കൊടുക്കുവാണ്. ആ ദേവാനിക്ക് കൊണ്ട് കൊടുത്തിട്ട്, സോറി അമ്മേ, അതെ നേരത്തെ വരാന്നോർത്ത് പോയച്ച് താമസിച്ച് പോയി ചായ തരാന്ന് പറയണേ. കാണിച്ചു കൂട്ടി വെച്ചിട്ട് ഇനിയിപ്പോൾ സോറി പറഞ്ഞാൽ മതിയല്ലോ, എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണല്ലോ എക്സ്ക്യൂസ് എന്ന് പറയാണ്. അല്ല നിങ്ങൾ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുകയാണ് ഈ പാതിരാത്രിക്ക്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നയനെന്ന് ചോദിക്കുകയാണ്. നയനൊന്നും മിണ്ടിയില്ല. ജലജയ്ക്ക് ചിരി വന്നു. ജലജ എന്ത് ചെയ്യാണ്, ചായ കുടിക്കുകയാണ്. ഇവൾക്കിട്ടുള്ള പണി കൊടുത്താളാന്നുള്ള രീതിക്ക്. ഇനി ഈ കാര്യം പറഞ്ഞോട് ഏട്ടത്തിയുടെ മനസ്സിലേക്ക് എരിവരി കയറ്റിവിടാൻ തനിക്ക് കഴിയുമെന്നുള്ള ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ. എല്ലാവർക്കും ചായ കൊണ്ടേ കൊടുത്തിട്ട് വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിയിട്ട് രാവിലെ കാപ്പിക്കുള്ള പണിയെല്ലാം ചെയ്യുമായിരുന്നു. ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് വന്നേ. ആദർശിന് ചായ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മ നല്ല ദേഷ്യത്തിലാട്ടോ നമ്മൾ രാത്രി പോയേന്. ആദർശേണ്ട എന്താണെങ്കിലും മറുപടി പറഞ്ഞോളെന്ന് പറയാം. ആദർശ് പറഞ്ഞു, എല്ലാം നീ ഒപ്പിച്ചു വെച്ചിട്ട് എന്റെ തലയിലേക്ക് കൊണ്ട് ചാർത്തി തരുമല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ എനിക്ക് പറ്റില്ല അമ്മയോട് മറുപടി പറയാനായിട്ട്. ആദർശേട്ടൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. പിന്നീട് നയന അടുക്കള കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയടിച്ച് പടപടയെന്ന് പണികളൊക്കെ ചെയ്യുവാണ്. എത്രയും സ്പീഡിൽ ചെയ്യണം. കാപ്പിക്ക് ഇച്ചിരി താമസിച്ചു പോയി വന്നത്, അതുകൊണ്ട് ഇനി ഇതെല്ലാം കണ്ട് ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്നില്ല. അപ്പൊ ജാനി പതുക്കെ അനിയുടെ അച്ഛനോട്, അതെ കണ്ടില്ലേ പാവം നയനമോള് വന്ന് തന്നെ കടന്ന് പണിയുന്നേ. ഏട്ടത്തി മനഃപൂർവ്വം ഒരു പണി കൊടുത്താണെന്ന് അറിയത്തില്ല. വേലക്കാരനെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ നയനെക്കൂടെ തന്നെ ജോലികളൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ വേലക്കാരിനെ തിരിച്ചു വിളിക്കേണ്ടല്ലേന്ന് ചോദിക്കണം. ദേ രാവിലെ നീ ഓരോ പരദൂഷണം പറഞ്ഞുകൊണ്ട് വരില്ല കേട്ടോ. അങ്ങനെയൊന്നും ഏട്ടത്തി ചിന്തിച്ചിട്ട് പോലും കാണില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നു പറയണേ. ഈ സമയത്ത് കനക അങ്ങോട്ട് വരുന്നേ. കനക നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ചായ കുടിച്ച് ആസ്വദിച്ചൊക്കെ ഇരിക്കുന്നു. നയന മാത്രം അടുക്കള അവിടെ കിടന്ന് ഭയങ്കര പണിയാ. അങ്ങോട്ടോടുന്ന് ഇങ്ങോട്ടും കറക്കരിയുന്നു, ദോശ ഉണ്ടാക്കുന്നു. നല്ല സ്പീഡപ്പിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കനകയ്ക്ക് സഹിച്ചില്ല. കനക പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് ദോശയൊക്കെ മറിച്ചിടാൻ തുടങ്ങി സഹായിക്കാൻ തുടങ്ങുകയാണ്. പറഞ്ഞു, നയനോട് അമ്മ ഇങ്ങോട്ട് മാറിയിക്കാം, അമ്മ ചെയ്യണ്ടെന്ന് പറയാം. അതെന്താ മോളെ ഞാൻ ചെയ്താൽ ഞാനും കൂടി സഹായിക്കാം. നീ തന്നെ ഇവിടെ കിടന്ന് പണിയുമ്പോൾ എനിക്കിത് കണ്ടുകൊണ്ട് നോക്കി നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. മോൾ ഇങ്ങോട്ട് മാറ്, അമ്മയും കൂടെ സഹായിക്കാമെന്ന് പറയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ദേവയാനിയോട് പെട്ടെന്ന് ജലജ പറഞ്ഞു, കണ്ടോ എന്തൊരു സ്നേഹമാണെന്ന് നോക്കിയേ. കുഞ്ഞിക്കോഴി കിടന്ന് പണിയുന്ന തള്ളക്കോഴിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്നേഹം കണ്ടില്ലേന്ന് ചോദിക്കുവാണ്. എന്തൊരു സ്നേഹത്തോട് കൂടിയാ നയനെ ജോലി ചെയ്യുന്ന കണ്ടപ്പോഴത്തേനും അമ്മയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. എത്ര ദിവസം എന്ന് വെച്ചാ അവരെ നിൽക്കുന്ന ദിവസം അത്രയല്ലേ ഉള്ളൂ. പിന്നെ അവള് തന്നെ ഇവിടെ കിടന്ന് പണിയണമെന്ന് പറയണം. ഇങ്ങനെ സഹായിക്കുന്ന കണ്ടപ്പോഴത്തേനും ദേവയാനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദേവയാനി കനികനെ വിളിച്ചു. അതെ കനിക അവിടെ ജോലി ചെയ്യണ്ടെന്ന് പറയണം. അതൊക്കെ നയന ചെയ്തോളൂ എന്ന് പറയണം. അല്ല അത് ഞാന് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട. നവ്യനെ നോക്കാൻ വന്നല്ലേ, നവ്യയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, അടുക്കള കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറയണം. അതൊക്കെ നയന ചെയ്തോളൂ എന്ന് പറയാം. അല്ല അവള് തന്നെ മോള് തന്നെ ഇതെല്ലാം ചെയ്യണ്ടേന്ന് ചോദിക്കുകയാണ്. അല്ല ഇത്രയും ദിവസം അവള് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നേ, പിന്നെ ഇന്നെന്താ പ്രത്യേകത? അല്ല ഞാൻ വെറുതെ നിൽക്കുമല്ലേ ഇവിടെ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലോന്ന് പറയണം. ഓഹോ അപ്പൊ ഈ 2 ദിവസമല്ലേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ദിവസം നിങ്ങൾ പോയി കഴിഞ്ഞാലും അവള് തന്നെ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അല്ല അവൾക്ക് ഇത്രയൊക്കെ വശമില്ല, അവള് തന്നെ ഇതെല്ലാം ചെയ്ത് വരണ്ടേന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നേ, അവള് തന്നെ ചെയ്യട്ടെ, ചെയ്ത് പഠിക്കട്ടെ, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇങ്ങ് മാറി നിൽക്കുന്നേ എന്ന് പറയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവള് തന്നെ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റിയില്ല. ആകെപ്പാടെ വിഷമമായിപ്പോയി കനയെ കൊണ്ട് മാറിപ്പോവാ. അത് ഏറ്റെന്നുള്ള രീതിക്ക് ജലജ ദേവേനെ നോക്കുവാണ്. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ കനകയും ദേവേനും തമ്മിലൊരു അടി ഉണ്ടാകാൻ ഇവിടെ ചാൻസ് ഉണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്ന് മനസ്സിൽ കരുതുവാണ്. പിന്നീട് വളരെ സങ്കടത്തിലായിരുന്നു കനകയ്ക്ക്. സങ്കടം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ കാരണം തന്റെ മോള് ഇത്ര കഷ്ടപ്പെടുന്നേ. തന്റെ ആ സാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടെ. അവളിപ്പോ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഇവിടെ. എല്ലാവരും നോക്കി നിൽക്കുക. എന്നിട്ട് അവള് തന്നെ പണിയെടുക്കുക. കനകയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. കനക പിന്നീട് നയന തന്നെ ഉണ്ടായിരുന്ന സമയത്ത് ആ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. നയനെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരയാ. അപ്പം നയന ചോദിച്ചു, എന്താമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. കനക പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. അമ്മ എന്തിനാ കരയണേ, കാര്യം എന്താന്ന് പറ. ഞാൻ കാരണമല്ലേ നിന്റെ ജീവിതം തകർന്നേന്ന് ചോദിക്കുവാണ്. ഈ സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. ആദർശ് കേട്ടു കനക പറയാൻ നയനയോട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിത് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.